എന്തുവാ? ബസ് താമസിച്ചു. ബസിന്റെ കംപ്ലൈന്റ് വരേണ്ട സ്ഥലം ഇതല്ല. ഇത് പ്രകാശ് സാറിന്റെ ഫിസിക്സ് ക്ലാസ് ആണ്. സർ സത്യമായിട്ടും താമസിച്ചു സർ. താനൊന്നും പഠിക്കാനല്ല വരുന്നത്. അതുകൊണ്ട് താൻ ക്ലാസ്സിൽ കയറുകയും വേണ്ട. പോവാൻ നോക്ക്. സർ പ്ലീസ് സർ. എന്ത് പ്ലീസ്? തനിക്കൊക്കെ തോന്നുമ്പോ കയറാൻ ഇത് തന്റെ തന്തർന്ന ക്ലാസ്സൊന്നുമല്ല. താനെന്ന് ക്ലാസ്സിൽ കയറണ്ട. തന്നെ പഠിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ല. സർ താൻ ഇനി ഇവിടെ നിന്നാ തന്നെ ഞാൻ തല്ലി ഇറക്കും. പോ പോവാൻ. ഹൈ, എന്താ ഇപ്പൊ സംശയം? നിന്റെ ചിന്തകളൊക്കെ കേമല്ലേ? നീ എവിടെ ചിന്തിക്കണോ അവിടെ ശൗചാലയം. മറந்து നീ വന്നിട് ഉனை പിരിന്തേങ്കിരേൻ. മാനസാക്ഷി മാങ്ങാത്തൊലി. പാർട്ടിയെ സ്വാധീനിച്ച് തന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി വാങ്ങിച്ചെടുത്തപ്പോ എവിടെ പോയിരുന്നോ തന്റെ മനസാക്ഷി? നല്ല കഴിവുള്ള ചെക്കന്മാർ കയറിക്കേണ്ട കസേരയാ. അവിടെ തന്നെ കയറ്റിയിരുത്തിയപ്പോ തന്റെ മനസാക്ഷി ഒന്ന് ഉറങ്ങി കിടക്കുമായിരുന്നു. മനസാക്ഷി മാങ്ങാത്തൊലി. നാലാട്ട് മടക്കി കോത്താഴ്ത്തുകൊണ്ട് വെച്ചോണം. രാംദാസിന് മുമ്പ് നല്ല വെള്ളത്തിൽ മഞ്ഞ് കളിക്കരുത്. UK ഞാൻ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല മായ. കമ്പനിയുടെ നിരന്തരമായ നിർബന്ധപ്രകാരം ഞാൻ കുറച്ചു കാലം UK എവിടെയായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ UK എല്ലായിടത്തും ഉണ്ടായിരുന്നു മായ. സേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ, ലിവർപൂൾ, ചെൽസി, ടോട്ടൻഹം, ബാഴ്സലോണ. അല്ലല്ല, ബാഴ്സലോണ ഇല്ല. ബാഴ്സലോണ വേറെ ലീഗാണ്. അല്ല സോറി, വേറെ കൺട്രി ആണല്ലോ. ഇവനെന്തിനു എലിയെ പോലെ എന്റെ ഭാര്യയുടെ പുറകെ മണം പിടിച്ച് നടക്കണത്? താനെന്താ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് എഴുതാൻ വരാത്തെ? സുഖമില്ലായിരുന്നു സർ. സുഖമില്ലായിരുന്നു. ടെസ്റ്റ് പേപ്പറിന്റെ അന്ന് തന്നെ എനിക്ക് വയ്യാണ്ടായി അല്ലേ? തനിക്കെന്താ ചെവി കേൾക്കത്തില്ലേ? വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്, കൃത്യം 4 മണിക്ക് വന്ന് എഴുതിയിട്ട് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? ആ ഇരി. എന്നിട്ട് ഇവരൊന്നും പഠിച്ചിട്ടില്ല. സാരമില്ല, ഇതൊക്കെ പറഞ്ഞുതരാനാണല്ലോ മാനേജറുടെ ഞാനവിടെ ഉള്ളത്. ഏതാ ഒരു മെത്തോഡിക്കൽ അപ്രോച്ച് ആയിരുന്നു. അടിക്കരുത്. നിങ്ങൾ കള്ളം കുടിച്ച് പ്രിൻസിപ്പാളിന്റെ മോക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ട് ഞങ്ങളെ പുളിമർത്തി കെട്ടി തല്ലിക്കുമല്ലേ?